ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഫെബ്രുവരി 10 ഇന്ന് നമുക്ക് ഒരു വലിയ വിശുദ്ധൻ്റെ ബർത്ത്ഡേ ഓർക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. സാധാരണ വിശുദ്ധരുടെ മരണദിനമാണ് നമ്മൾ ഓർക്കുക, തിരുനാളായിട്ട് കൊണ്ടാടുക. ഇത് ഞാനൊരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ കേരളത്തിന് വലിയ അഭിമാനമായിരുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനഗിരിയിൽ ജനിച്ചത്. അപ്പോൾ പിതാവിൻ്റെ ഒരു ജനന തീയതി, ഒരു ബർത്ത്ഡേ ദിനം, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ നല്ലതാണ്. കാരണം പിതാവാണല്ലോ അമലോത്ഭവ ദാസസംഘം എന്ന പേരിൽ വൈദിക സമൂഹം CMI സഭ രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. അതുപോലെ ആ വിശുദ്ധൻ്റെ ഒരു വലിയ പുണ്യമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധ്യാനങ്ങളും അതുപോലെ പ്രസ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഉച്ചക്കഞ്ഞി വിതരണവും, എന്തൊക്കെ കാര്യങ്ങളാണ് ആ വിശുദ്ധൻ വഴി നമുക്ക് ദൈവം അനുവദിച്ച് തന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചാവറപ്പിതാവിൻ്റെ ജന്മദിനമാണെന്ന് ഓർക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഷ്രോവ് ട്യൂസ്ഡേ, അതായത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് 3-ാമത്തെ ദിവസമാണ്. 8-ാം തീയതി മുതലാണ് നമ്മൾ അതിൻ്റെ നൊവേനകൾ ചൊല്ലുന്നത്. ഞായറാഴ്ച നമ്മൾ ചൊല്ലി, തിങ്കളാഴ്ചയും നമ്മൾ ഒരുങ്ങി. ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്, 3-ാമത്തെ ദിവസമാണ്. വിഭൂതി ബുധൻ്റെ തലേ ചൊവ്വാഴ്ചയാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനൊരുക്കമായുള്ള നൊവേനയും അതുപോലെ ലുത്തിനിയായും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈശോയുടെ തിരുമുഖം, അതാണ് അന്ത്യകാലത്ത് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ട, അതുപോലെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കേണ്ട ഒരേയൊരു കാഴ്ചവസ്തു. അതാണ് പിതാവിനെ സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. പാപികളായ മനുഷ്യർ എന്ത് കാഴ്ചവെച്ചാലും അതിന് കുറേ കുറവുകളുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് കാഴ്ച കൊടുക്കാൻ പുത്രൻ തമ്പുരാൻ്റെ ആ തിരുമുഖത്തിന് മാത്രമേ വിശുദ്ധിയുള്ളൂ. അതുകൊണ്ട് പിതാവ് തന്നെ വിശുദ്ധ പത്രോസിൻ്റെ മേരിയോട് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഈ അവസാന കാലഘട്ടത്തിൽ എൻ്റെ പുത്രൻ്റെ തിരുമുഖം നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണമെന്ന് ഈശോ വിശുദ്ധ പത്രോസിൻ്റെ മേരിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുഖം എൻ്റെ നിത്യപിതാവിന് അർപ്പിക്കുന്നത് വഴി ഒന്നും നിങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല. അനേകം പാപികളുടെ മാനസാന്തരവും അതുവഴി സാധ്യമാകും. അതുപോലെ ഭൂമിയിലായിരിക്കെ എൻ്റെ മുഖത്തെ ക്ഷതങ്ങളെയും മുറിവുകളെയും ധ്യാനിക്കുന്നവർക്ക് എൻ്റെ മഹത്വപൂർണമായ വദനം സ്വർഗത്തിൽ ദർശിക്കാൻ കഴിയുന്നതാണ്. ഞാൻ അവർക്ക് വേണ്ടി വാദിക്കും എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാൻ അവരെ സംരക്ഷിക്കും. അവരുടെ നിത്യരക്ഷ എൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഈശോയുടെ തിരുമുഖം ആണ് പിതാവിന് സമർപ്പിക്കേണ്ട ഏറ്റവും നല്ല കാഴ്ച. അതുതന്നെയാണ് അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയം, ഈശോയുടെ തിരുമുഖം സകല പാഠപീഠകളോടും യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു, ഈ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട്. ഈ തിരുമുഖത്തിൻ്റെ കാഴ്ച സമർപ്പണം എന്തിനാണെന്നോ, ഈ ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആദ്യത്തെ 3 ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനുള്ള പരിഹാരമായിട്ടാണ്. അതായത് ദൈവനിഷേധം, നിരീശ്വരവാദം, കമ്മ്യൂണിസം, ഇതൊക്കെ
ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ ആ പാപങ്ങൾക്ക് പരിഹാരം. അതുപോലെ ദൈവത്തെ നിന്ദിക്കുന്നവരുടെ പാപത്തിന് പരിഹാരം. അതുപോലെ ഞായറാഴ്ചയും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത് അതിന് ആ പാപത്തിൻ്റെ പരിഹാരം. ഞായറാഴ്ചയും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞായറാഴ്ച അശുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന്. ഞായറാഴ്ച ഒരു പരിപാടിയുണ്ട്, ഒരു കുർബാനയുണ്ട്. അതൊന്നും ഞായറാഴ്ചയെ അശുദ്ധമാക്കുന്നതായിട്ടല്ല പിതാവ് പറഞ്ഞിരിക്കുന്നത്. 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം നിങ്ങൾ വിശ്രമിച്ച് ആ ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, അതായത് ദൈവത്തെ ഓർക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്തുതിക്കുക. ദൈവത്തിൻ്റെ പുത്രൻ്റെ ബലി ഏറ്റവും പിതാവിന് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ഞായറാഴ്ച ഒരു കുർബാന കൂടുമ്പോൾ അതൊരു ആഘോഷമായ കുർബാനയാണെങ്കിൽ അത് സാബത്ത് ലംഘനമല്ല കേട്ടോ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സാബത്തിൽ ചെയ്യേണ്ടത്. അതായത് പൈസ ഉണ്ടാക്കുന്ന പരിപാടികളൊന്നും അന്ന് ചെയ്യാൻ പാടില്ല. അതാണ് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലൊക്കെ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളും വിശുദ്ധമായി ആചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞായറാഴ്ച വിശുദ്ധമായിട്ട് നമ്മൾ ആചരിക്കുക. അതായത് പരിശുദ്ധ കുർബാന കൂടുന്നത് വിശുദ്ധിക്ക് തടസ്സമല്ല. അതിപ്പോൾ ഒരു കല്യാണ കുർബാനയോ വേറെ ഏതെങ്കിലും പരിപാടിയുള്ള കുർബാനയാണെങ്കിൽ അത് വിശുദ്ധം തന്നെയാണ്. പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ ഇപ്പോൾ കടന്നു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഘോഷങ്ങൾ വയ്ക്കുന്നു, അപ്പോൾ ഞായറാഴ്ച അശുദ്ധമായി എന്ന് പറയുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നത്, ഞായറാഴ്ച ആഘോഷങ്ങൾ വയ്ക്കുമ്പോൾ ഈശോയെ നിന്ദിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് അത് സാബത്തിൻ്റെ ലംഘനമായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ ഒരു പരിശുദ്ധ കുർബാന വെച്ചു, നമ്മളൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ അതൊരു അഗാപ്പയാണ്. കാരണം സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം, അത് ഈശോയുടെ ജീവിതത്തിലും വലിയ പ്രത്യേകതകളുണ്ട്. ഈശോ എപ്പോഴും ഒന്നിച്ച് സ്ത്രീകന്മാരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാം. എവിടെയും ഭക്ഷണത്തിന് ഈശോ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശരീരം ഉണ്ടാകുന്ന കാലം വരെ ഭക്ഷണവും വേണമല്ലോ. അങ്ങനെയല്ലേ കുട്ടിയുടെ കയ്യിലുള്ള 5 അപ്പം എടുത്ത് 5000 പേർക്ക് ആക്കി കൊടുത്തത്. അപ്പോൾ സാബത്ത് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്ന അവരുടെ പാപങ്ങൾക്കാണ് കേട്ടോ പരിഹാരം ചെയ്യേണ്ടത്. അതിന് കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പോൾ വന്നു കൂടിയിട്ടുണ്ട്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, പ്രഭാഷണം കഴിഞ്ഞാൽ ഈശോ ഉടനെ ഭക്ഷണം കൊടുക്കും. അപ്പോൾ കുർബാന കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാകും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല. പക്ഷേ ഇന്നത്തെ പരിപാടികളിൽ അശുദ്ധകരമായ വസ്ത്രമിട്ട്, അതുപോലെ തന്നെ കുറേയേറെ പരിപാടികൾ, ഡാൻസുകളും പ്രോഗ്രാമുകളും, അതൊന്നും ദൈവികമല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അത് സാത്താൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മാറും. അവിടെ വിശുദ്ധമല്ല, വിശുദ്ധിക്ക് പകരം അശുദ്ധിയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സാബത്ത് ആ പരിപാടിയാൽ അശുദ്ധമാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാബത്ത് ഞായറാഴ്ചയും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നതിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ ഈ തിരുമുഖത്തിൻ്റെ കാഴ്ച സമർപ്പണം പിതാവിന് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾക്കും എതിര് പറയുന്നവർ പറയും, നിങ്ങൾ ഇങ്ങനെ പാപം ചെയ്തിട്ട് ഈശോയുടെ തിരുമുഖം സമർപ്പിച്ചാൽ പിതാവ് രക്ഷപ്പെടും, പിതാവ് നമ്മളെ രക്ഷിക്കുമോ? അതുപോലെ പല പല പ്രബോധനങ്ങൾക്കും ഇപ്പോൾ എതിരുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മീഡിയയിൽ എന്ത് വേണമെങ്കിലും പറയാലോ. ഇനി ഒരാളുടെ പ്രഭാഷണം വഴി കുറേ ആത്മാക്കൾ നേടുന്നു എന്ന് സാത്താൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആൾക്കെതിരെ മറ്റൊരു അരൂപിയുള്ള വ്യക്തികൾ ഇറങ്ങും. അവർ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് പിശാച് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ആദ്യം ആ പറഞ്ഞ എതിരായിട്ടുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വേറെ വ്യക്തികളെ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഞാൻ ഈ
തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുക്കുമ്പോൾ ഇങ്ങനെയൊരു തിരുനാളുണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിക്കണോ, യേശുക്രിസ്തുവല്ലേ ഏകരക്ഷകൻ, യേശുക്രിസ്തുവിനെ വിളിച്ചാൽ പോരെ, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രബോധനങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ വചനം കൊണ്ടും നിരത്തി, എന്നാൽ ശരിയായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും അല്ലതാനും. ഇത് അന്ത്യകാലഘട്ടമാണ്, നമ്മൾ ഓർത്തിരിക്കണം. കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന പഠനങ്ങളൊന്നും തെറ്റല്ല. ഒരു പക്ഷേ ആ പഠനങ്ങളിലൂടെയൊന്നും ആരും പോകുന്നുണ്ടാകില്ല. അത് അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവം അതിൻ്റെ നീതി അത് കാണിച്ചു കൊടുക്കും. അത് വിചാരിച്ച് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ തെറ്റാണെന്ന്, കത്തോലിക്ക സഭയുടെ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ തെറ്റായി കാണിക്കുമ്പോൾ ഓർക്കണേ, ഈയൊരു ബോധ്യം കൊടുക്കൽ എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടമെന്ന്. അതുകൊണ്ട് പിശാചിനെ ബന്ധിക്കാൻ ആർക്കും അധികാരം കൊടുക്കാതിരിക്കും പിശാചിനെ ബന്ധിക്കുന്നുണ്ട്. പിശാചിനെ ബഹിഷ്കരിക്കലും വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുള്ള നമുക്കറിയാം. മെത്രാന്മാർ കൈവഴി കൊടുത്ത് അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ പിന്നെ ചോദ്യം വരും അവർക്കെതിരെ, അവരുടെ വിശുദ്ധിയെക്കുറിച്ച്. അങ്ങനെ പലതും ഇപ്പോൾ നടക്കുകയാണ്. ഒരു പക്ഷേ ഈ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനും എതിരായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, ഇത് അന്ത്യകാലമാണ്. ലോകം പാപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നേ വിശ്വസിക്കണ്ടു. മറ്റുള്ള എതിർപ്പുകളെ ഒന്നും അവഗണിക്കേണ്ട. വേറെ ഒരു വിശ്വാസവും ഞാൻ ഈ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ കാര്യങ്ങളോ പറയുമ്പോൾ വേറെ ഒരു അബദ്ധവിശ്വാസവും നിങ്ങളിൽ ഉണ്ടാക്കാനല്ല ഇത് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഏക ലക്ഷ്യം പിതാവായ ദൈവത്തിലേക്ക് മനുഷ്യമക്കൾ എളിമയോടുകൂടെ വരണം. പിതാവിൻ്റെ അടുത്തുള്ള നിത്യവാസം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ ഈശോയുടെ ഈ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി, ഈശോയുടെ തിരുമുഖമാണ് പിതാവിന് ഏറ്റവും ഇഷ്ടം. അതിലൊരു തർക്കവുമില്ല. ഒരു മനുഷ്യരും നീതിമാന്മാരല്ല. അത് ആദ്യം ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ടൂ. 10 കൽപ്പനകൾ ഈശോ പറഞ്ഞതുപോലെ പാലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും ഫോളോ ചെയ്യണ്ട. പക്ഷേ അതൊന്നും എന്നെപ്പോലെയുള്ള പാപികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേ പേരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്നും കൂടെ വിശുദ്ധീകരിക്കും. അതിനാണ് നമ്മൾ ഓരോ പ്രബോധനങ്ങളും, നല്ല പ്രബോധനങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ പഠനങ്ങളിൽ പലതും വ്യാജമായിട്ട് വരുന്നുണ്ട്. പ്രബോധനങ്ങൾ, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ തെറ്റാണെന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. അവസാന കാലമാണ്. നമുക്ക് ഇന്ന് ഞാൻ ഇത്രയും പറയാനുണ്ടായ കാരണം അത് ഈശോ പറഞ്ഞിട്ട് തന്നെയാണ്. പിതാവായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന തിരുമുഖ പ്രാർത്ഥനയാണ്. അതിൽ തർക്കമില്ല. അത് ഏത് സെക്റ്റുകളും ഏത് പ്രഘോഷകർ പറഞ്ഞാലും അതിന് തർക്കമില്ല. പുത്രൻ്റെ ബലിയാണ് പിതാവിന് ഇഷ്ടമുള്ളൂ. കാരണം മനുഷ്യരൊക്കെ പാപികളാണ്. അഹങ്കാരം കൊണ്ട് നിറഞ്ഞിട്ട് ഞാനാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഏത് അരൂപിയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് കേൾക്കുന്നവർ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അരൂപിയുടെ പ്രവർത്തനം എവിടെയാണ് തെറ്റായിട്ട് വരുന്നത്, ദുഷ്ട അരൂപികളുടെ പ്രവർത്തനം ആരിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് തെറ്റ് എന്ന് സ്വയം മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ കാലത്ത് പറ്റുള്ളൂ. പരിശുദ്ധാത്മാവാകണം നമ്മളെ നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രബോധനങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറ്റുള്ളവരെ
പിതാവിലേക്ക് എത്തിക്കണം. അതിന് ഏറ്റവും വേണ്ട ഒരു ഗുണം എളിമയാണ്. എളിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ശരിയല്ല, ഞാൻ പൂർണ്ണ ശരിയല്ല. ഞാൻ പൂർണ്ണ ശരിയാണെങ്കിൽ ഞാൻ ദൈവമായി മാറും. അത് വേണ്ട. നമുക്ക് ഇപ്പോൾ തൽക്കാലം മനുഷ്യനായി നിന്ന് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ഒപ്പമാകാം. ദൈവത്തിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുന്നിടത്ത് ദൈവത്തെ കണ്ട് എളിമയോടെ ദൈവത്തെ ആരാധിച്ചിരിക്കുന്ന ഗണത്തിൽപ്പെടാം. ദൈവത്തിൻ്റെ സിംഹാസനം കയ്യേറാൻ നമ്മൾ ശ്രമിക്കരുത്. അതാണ് അന്ത്യകാലത്ത് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, എളിമയോടെ നമുക്ക് ഈ 3 കാര്യങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലാം. അത് നേരത്തെ പറഞ്ഞിരുന്നു. തിരുമുഖത്തിൻ്റെ സ്വർണ്ണ അമ്പ് പ്രാർത്ഥന, തിരുമുഖത്തിൻ്റെ ലുത്തിനിയ, തിരുമുഖത്തിൻ്റെ ജപമാല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് തിരുമുഖത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: യേശുവിൻ്റെ തിരുമുഖമേ എൻ്റെ സന്തോഷമായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ എൻ്റെ ശക്തിയായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ എൻ്റെ ആരോഗ്യമായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ എൻ്റെ ധൈര്യമായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ എൻ്റെ ജ്ഞാനമായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ പിതാവിൻ്റെ പ്രതിരൂപമേ എനിക്ക് വേണ്ടതെല്ലാം നൽകണമേ, യേശുവിൻ്റെ തിരുമുഖമേ അങ്ങേ പൗരോഹിത്യ ഹൃദയത്തിൻ്റെ കണ്ണാടിയെ എൻ്റെ തീക്ഷ്ണതയായിരിക്കണമേ, യേശുവിൻ്റെ തിരുമുഖമേ ആത്മാവിൻ്റെ ദാനമേ അങ്ങേ സ്നേഹം എനിക്ക് കാണിച്ചു തരണമേ, ദുഃഖത്താൽ പൂരിതമായ യേശുവിൻ്റെ തിരുമുഖമേ അങ്ങേ യോഗ്യതകൾ വഴിയായി എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമേ. പ്രിയ സഹോദരങ്ങളെ, ഷ്രോവ് ട്യൂസ്ഡേ, അതായത് ദൈവത്തിൻ്റെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ 3-ാം ദിവസം നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാം. തുപ്പലുകളാൽ നിന്ദിക്കപ്പെട്ടവൻ, അടികളാൽ വിരൂപമാക്കപ്പെട്ടവൻ, തിരുരക്തത്താൽ ആവൃതമായ മുഖം നമ്മുടെ അഹങ്കാരത്തിൻ്റെ പരിഹാരമാണിത്. ഒരിക്കലും ഈശോ അഹങ്കരിച്ചിട്ടില്ല. ദൈവമായിട്ട് പോലും ഒന്നും അറിയാത്തവനെ പോലെ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. 2 കൈയും കെട്ടി പിലാത്തോസിന് മുമ്പിൽ നിൽക്കുകയാണ്, ഒരു കഴിവുമില്ല എന്ന്. അതാണ് നമ്മുടെ മാതൃക. ആ മാതൃകയെ അനുകരിക്കുന്നവർ ഒരിക്കലും ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയില്ല. ദൈവാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നുവോ അവരിൽ എളിമയുണ്ടാകും. എളിമയുണ്ടാകണം. പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ എളിമയുള്ളവരായിരിക്കണം. മനുഷ്യരുടെ മുമ്പിലും എളിമയുള്ളവരായിരിക്കണം. 10 കൽപ്പനകൾ പാലിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അപവാദം പറഞ്ഞ് പരത്തുമ്പോൾ ഓർക്കണം, ഈ ഒരു അപവാദത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ അധരങ്ങളെ നമ്മൾ ആദ്യം നിയന്ത്രിക്കണം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ സ്വർണ്ണ നാവ്, സ്തുതികൾ പാടിയ നാവ്, ദൈവസ്തുതികൾ പാടിയ നാവ് അഴുകാതിരുന്നു. ഇത് ഞാൻ പറയുമ്പോഴും ഇതിന് എതിര് പറയുവാൻ ആളുകളുണ്ടാകും. പല കാര്യങ്ങളും പറയും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് ഇപ്പോൾ തൽക്കാലം അന്തോണീസ് പുണ്യാളൻ്റെ നാവ് പോലെ ആകാൻ ശ്രമിക്കാം. എന്നിട്ടാകാം ദൈവത്തിൻ്റെ നാവ് പോലെ ആകുന്നതും പിശാചുക്കളോട് യുദ്ധം ചെയ്യുന്നതൊക്കെ. പിശാചിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും, എല്ലാ പാപാവസ്ഥയും അഹങ്കാരവും നിലനിൽക്കെ മനുഷ്യൻ പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിവിലേക്ക് വരണം. ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും യേശുവിൻ്റെ 2ാം വരവ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് സ്നേഹം നിറഞ്ഞ ഹൃദയം, എളിമയുള്ള ഹൃദയം, ദൈവഭക്തി, ദൈവവിശ്വാസമുള്ള ഹൃദയം. ഇതുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. സ്നേഹം നിറഞ്ഞ ഹൃദയമാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ആരെയും അപവാദം പറഞ്ഞ് കരിവാരി തേക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. ഈ പാപത്തിന് പരിഹാരമായിട്ടാണ്
നമ്മൾ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനയും തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടിയും ഒരുങ്ങുന്നത്. ഈശോയെ പൊതിഞ്ഞ കച്ചയിൽ തെളിഞ്ഞ ആ രൂപമുണ്ടല്ലോ, അത് ഫോട്ടോ എടുത്ത് വിശുദ്ധ വെറോനിക്കായുടെ തൂവാലയിൽ പതിഞ്ഞ രൂപമുണ്ടല്ലോ, ഞാനതിൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. അങ്ങനെ അതിനോട് സാമ്യപ്പെട്ട രൂപമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഈശോയുടെ കച്ചയിലെ മുഖം. ഈ തിരുമുഖത്തിനെ വണങ്ങുന്നവരെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ കൊടുക്കുക എന്ന് നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. ഓരോ വീട്ടിലും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച്, അതായത് യഥാർത്ഥ ഈശോയുടെ ഫോട്ടോ വെച്ച് ആരാധിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. നമുക്കെല്ലാവർക്കും ഈശോയുടെ തിരുമുഖത്തിനെ വിളിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥന ചൊല്ലാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. പാപികളായ നമ്മളെ, ഞാൻ പറയും പാപികളിൽ ഒന്നാമത്തവളായ എന്നെ കർത്താവേ, നീ നിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന വിധം ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പൊന്മുഖം പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കാം. പിതാവ് ബലി സ്വീകരിക്കാൻ ഓരോ ബലി നടക്കുന്ന സ്ഥലത്തേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് കാഴ്ചയായിട്ട് പുത്രൻ്റെ ഈ തിരുമുഖം സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾക്കും ലോകത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.